ഹായ് ദോസ്തോ, സുഖല്ലേ എല്ലാവർക്കും? ആണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങളെ ടീച്ചർക്ക് അയച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? ആണ് അല്ലേ? ഇതുപോലെ തന്നെയാണോ നിങ്ങൾ ചെയ്തത്? ഒന്ന് നോക്കൂ. ആദ്യ പ്രവർത്തനമുണ്ടായിരുന്നത് കുട്ടയിൽ കുറച്ച് പഴങ്ങളും പച്ചക്കറികളും നിറച്ച ഒരു ചിത്രം തന്നു. അതിൽ നിന്നും പഴങ്ങളുടെ പേര് എഴുതാനായിരുന്നു. കുറച്ചു പഴങ്ങളുടെ ചിത്രവും അതിൻ്റെ പേരും നോക്കൂ. ശേഷം പച്ചക്കറികളുടെ പേരെഴുതാനായിരുന്നു. കുറച്ച് പച്ചക്കറികളുടെ പേരുകൾ നോക്കൂ. തുടർന്ന് ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയെക്കുറിച്ചോ പഴത്തെക്കുറിച്ചോ കുറച്ച് സെൻറ്റൻസ് എഴുതാനായിരുന്നു ഉണ്ടായിരുന്നത്. പഴത്തെക്കുറിച്ച് എഴുതിയതും നോക്കൂ. आम, ये आम है. आम एक फल है. आम मीठा फल है. आम का रंग पीला है. आम फलों का राजा है. आम हमारा कौमी फल है. തുടർന്ന് കുറച്ച് ചോദ്യങ്ങൾ തന്നിരുന്നു. അതിൻ്റെ ഉത്തരങ്ങൾ തയ്യാറാക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് ശ്രദ്ധിക്കൂ. ഒന്നാമത്തത്, मैं फलों का राजा हूँ. उत्तरम आम. मैं एक तरकारी हूँ. मेरा रंग पीला है. आलू. मैं एक फल हूँ. मेरा रंग लाल है. अनार. मैं एक तरकारी हूँ. मुझसे सब्ज़ी बनती है. टमाटर. मैं एक फल हूँ. पक्का होने से मेरा रंग हरा से पीला होता है. केला. मैं एक तरकारी हूँ. मेरा रंग नारंगी है. गाजर. बच्चों, ये वीडियो देखिए. वीडियो കണ്ടു നോക്കൂ. स्कूल जाना. लुक छुप के गुपचुप से ताको तेरी राहें. गुमसुम सी छुप छुप से क्यों तेरी मन के बादलों में जाने क्या है तू छिपाए. मन के बादलों में डर से मन मचल रहा कि तेरे कमली के पापा, हरिया चाचा, सुखी के पापा,
पापा देखा है कैसे है अच्छा लगा വീഡിയോ എല്ലാവരും കണ്ടു അല്ലേ ഇനി ചിത്രം നോക്കൂ തസ്വീർ देखिए हाँ देखा है कंडू हमारी दर्सी किताब में है ये तस्वीर നമ്മുടെ പാഠപുസ്തകത്തിലുള്ളതാ ഈ തസ്വീർ കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏത് പാഠം बताइए ഏത് പാഠത്തിലാ हाँ देश की धरती अच्छा है बहुत अच्छा है നല്ല കുട്ടികൾ അല്ലേ ദേശ് കി ധർത്തി എന്ന പാഠത്തിലുള്ള ചിത്രമാണത് ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കൂ യേ കോൻ ഹേ ആരാണത് ആരായിരുന്നു ആരാ ആ ബത്തായിയേ ആ കേശവ് അല്ലേ കേശവായിരുന്നു ഓർമ്മയുണ്ട് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട് ആരാ കേശവ് അച്ഛാ ഹേ കേശവ് കേശവ് എന്താ ചിന്തിക്കുന്നത് എന്ന് നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ തൻ്റെ ഗ്രാമത്തെക്കുറിച്ച് ഓക്കെ കേശവ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ദോസ്ത് മാധവ് അവിടെ വരുന്നത് ഖൊനായ ദോസ്ത് മാധവ് മാധവും കേശവും തമ്മിലുള്ള സംഭാഷണമാണ് ഇനി നമുക്കുള്ള അടുത്ത പാഠം ദിൽ ലഗായെ ക്യാ ദിൽ ലഗായെ बच्चों किताब देखिए पहले हेडिंग देखिए दिल लगाए माधव तुम उदास बैठे क्या सोच रहे हो भाई केशव मैं अपने खेत के बारे में सोच रहा हूँ माधव माधव ये तुम क्या कह रहे हो गुज़िश्ता साल अच्छी फसल तुम्हारे ही खेत में हुई थी ना केशव वो तो सही है माधव लेकिन इस साल बारिश का कहीं पता ही नहीं है माधव बारिश कैसे होगी अब पेड़ पौधे हैं कहाँ केशव खेतों की हालत देखो सब सूखे पड़े हैं माधव क्या कहो केशव ये सब हमारे ही अमल का नतीजा है केशव तुम ठीक कहते हो लेकिन इसका हल तो सोचना होगा माधव हाँ हाँ सरकार ने भी कुछ कदम उठाए हैं कृषि भवन से पेड़ पौधे दिए जा रहे हैं केशव ये बहुत अच्छी बात है माधव पेड़ पौधे लगाना ही इसका हल है നിങ്ങൾ കൂടെ വായിച്ചു അല്ലേ ഇനി നമുക്ക് എന്താണ് ഇതിൽ പറയുന്നത് എന്ന് നോക്കാം ഹെഡിങ് देखिए दिल लगाए അർത്ഥം അറിയോ दिल लगाए മനസ്സ് വെക്കാം क्या दिल लगाए മനസ്സ് വെക്കാം नीचे देखिए माधव तुम उदास बैठे क्या सोच रहे हो भाई നീ എന്താ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് ദുഃഖിച്ചിങ്ങനെ ചിന്തിക്കുന്നത് എന്താ കേശവ് मैं अपने खेत के बारे में सोच रहा हूँ माधव തൻ്റെ ഖേത്തിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് മാധവ് മാധവ് യ തും ക്യാ കർ രഹേ ഹോ എന്താ നീ പറയുന്നത് गुज़िश्ता साल अच्छी फसल तुम्हारे ही खेत में हुई थी ना കഴിഞ്ഞ വർഷം നിന്റെ കൃഷിയിടത്തിൽ വയലിൽ നിന്നും കൂടുതൽ വിളവുകൾ കിട്ടിയതല്ലേ പിന്നെന്താ നീ ഇങ്ങനെ പറയുന്നത് അപ്പോൾ കേശവ് പറയാണ് ബൊത്തോ സ്വഹീ ഹേ മാധവ് ശരിയാണ് മാധവ്
लेकिन പക്ഷേ इस साल बारिश का कहीं पता ही नहीं है. ഈ വർഷം മഴയുടെ അഡ്രസ്സ് പോലും ഇല്ല അല്ലേ. കൃഷിക്കാവശ്യമായ ബാരിഷ് കാ പത്താ നഹി ഹൈ, അഡ്രസ് പോലുമില്ല. അപ്പോൾ മാധവ് പറയാണ് ബാരിഷ് കേസേ ഹോഗി, ബാരിഷ് എങ്ങനെ ഉണ്ടാവും. അബ് പേട് പൗധേ ഹേ കഹാ, പേട് പൗധ ഇപ്പോൾ എവിടെ ഉള്ളത് അല്ലേ. മഴക്കാവശ്യമായ പേട് പൗധേ കഹാ ഹേ. അപ്പോൾ കേശവ് പറയാണ് ഖേത്തോം കി ഹാലത് ദേക്കോ, വയലുകളുടെ അവസ്ഥ നോക്കൂ. സബ് സൂഖെ പടേ ഹേ, മുഴുവനുതാ ഉണങ്ങി കരിഞ്ഞു കിടക്കുകയാണ്. മാധവ് ക്യാ കഹൂ കേശവ്, എന്ത് പറയാനാ കേശവ്. യേ സബ് ഹമാര ഹി അമൽ കാ നതീജ ഹേ, ഇത് മുഴുവനും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. തും ടീക്ക് കഹത്തെ ഹോ, നീ പറഞ്ഞത് ടീക്ക് ഹേ. ലേക്കിൻ ഇസ്കാ ഹൽ തോ സോച്ചന ഹോഗ, ഇതിനൊരു പരിഹാരം നമ്മൾ ചിന്തിക്കണം. എന്താണ് ഇതിനൊരു പരിഹാരം വേണ്ടത് അല്ലേ. മാധവ് പറയാണ് ഹാ ഹാ അധേ സർക്കാരിനെ ബി കുച്ച് ഖദം ഉഡായേ ഹേ, സർക്കാർ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൃഷിഭവൻ സെ പേട് പൗധേ ദിയേ ജാ രഹേ ഹേ, കൃഷിഭവനിൽ നിന്നും പേട് പൗധേ നൽകുന്നു അല്ലേ. കേശവ് യെ ബഹുത് അച്ചി ബാത്ത് ഹേ, ഇത് വളരെ നല്ല കാര്യമാണ് മാധവ്. പേട് പൗധേ ലഗാന ഹി ഇസ്കാ ഹൽ ഹേ, പേട് പൗധ നടലാണ് ഇതിനുള്ള പരിഹാരം. ഹായ് പ്യാരെ ദോസ്തോ, അപ്പോൾ കൃഷി ഉണങ്ങിപ്പോവാനുള്ള കാരണം പറഞ്ഞത് മഴയുടെ കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. മഴയ്ക്ക് എന്തു വേണമെന്നാ ഇപ്പം മാധവൊക്കെ പറഞ്ഞത്. മരം നടണം അല്ലേ. മരം നടാൻ മരം എവിടുന്നാണ് കിട്ടിയത്. കൃഷിഭവനിൽ നിന്ന് കിട്ടി അല്ലേ. കൃഷിഭവനെ കുറിച്ച് നിങ്ങൾക്കറിയോ. ഏതിൻ്റെ ഓഫീസാണ് കൃഷിഭവൻ. ബത്തായിയെ പറഞ്ഞു നോക്കൂ. കൃഷിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന സർക്കാർ ഓഫീസാണ് കൃഷിഭവൻ അല്ലേ. അവിടുന്ന് നമുക്ക് പലപ്പോഴും തൈകൾ, മരത്തിൻ്റെ തൈകളൊക്കെ കിട്ടാറുണ്ട് അല്ലേ. ഉണ്ട്. സർക്കാർ വേറെ സ്ഥാപനങ്ങൾ നിങ്ങൾക്കറിയോ. ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ട് സർക്കാർ സ്ഥാപനങ്ങളായിട്ട് പറഞ്ഞു നോക്കൂ. സർക്കാരി ദഫ്തർ, സർക്കാർ ഓഫീസ് ഏതൊക്കെയുണ്ട് പറഞ്ഞു നോക്കൂ. സർക്കാരി അസ്പത്താൽ, സർക്കാർ ഹോസ്പിറ്റൽ. പിന്നെ സർക്കാരി സ്കൂൾ പറയാം അല്ലേ. സ്കൂൾ എന്ന് പറയാം. പിന്നെന്ത് പറയും. ബത്തായിയേ. ആരോ പറഞ്ഞല്ലോ. ഠാക്ക് ഘർ, ഠാക്ക് ഘർ അല്ലേ, പോസ്റ്റ് ഓഫീസ്. മറ്റൊന്ന് വില്ലേജ് ഓഫീസ് പറയാം. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു കൃഷിഭവൻ, അതും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ ക്ലാസ്സിൽ ചെയ്യേണ്ട 2 പ്രവർത്തനമാണുള്ളത്. ഒന്ന്, ഈ പാഠം വായിച്ച് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. രണ്ടാമത്തത്, बच्चों आपके गाँवों में कौन कौन से सरकारी दफ्तर हैं, उनके नाम लिखिए. നിങ്ങളുടെ ഗ്രാമത്തിൽ ഏതൊക്കെ സർക്കാർ ഓഫീസുകളാണുള്ളത് അതിൻ്റെ പേര് എഴുതുക. ഇത് വൃത്തിയായിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, ശുക്രിയ, ഖുദാ ഹാഫിസ്.